إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിയിലെത്തും നിയമങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കാത്തുസൂക്ഷിച്ച് തഖ്വ മുതലാക്കി ജീവിക്കാൻ ആദ്യമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇസ്ലാം ദീനിന്റെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളും. അത് കുടുംബബന്ധമായാലും സൗഹൃദ ബന്ധമായാലും ആ ബന്ധങ്ങളെ കെട്ടുറപ്പോടുകൂടി കാത്തു സൂക്ഷിക്കുകയും ഐക്യം നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളത്. എപ്പോഴും ഐക്യം നിലനിർത്താനാണ് ഇസ്ലാം ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആളുകൾക്കിടയിൽ ഭിന്നിപ്പില്ലാതെ ഇസ്ലാഹോടുകൂടി പരസ്പരമുള്ള ബന്ധങ്ങൾ ശരിയാക്കി കൊണ്ടുപോകാനാണ് ഈ ദീനിലെ വ്യത്യസ്ത കാര്യങ്ങൾ നമ്മൾ പരിശീലിപ്പിക്കുന്നത് പോലും. നമുക്കറിയാം, നമസ്കാരം നമ്മൾ സംഘമായി നിർവഹിക്കുന്നു. അതുപോലെ നോമ്പ്, ഹജ്ജ്, മറ്റ് നിരവധി കർമ്മങ്ങൾ, ഇതിലെല്ലാം തന്നെ സത്യവിശ്വാസികൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. തീർച്ചയായും അതിൽ ഒന്നാം സ്ഥാനത്തുള്ള കുടുംബ ബന്ധങ്ങൾ തന്നെയാണ്. ആ കുടുംബ ബന്ധങ്ങളും അത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതായാലും സഹോദരങ്ങൾ തമ്മിലുള്ളതായാലും മൊത്തത്തിൽ മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരങ്ങളാകുന്നു. ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും, നിങ്ങൾ പരസ്പരമുള്ള ആ സാഹോദര്യം വളരെ നന്നാക്കണം, അത് നശിച്ചു പോകാതെ സൂക്ഷിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പലപ്പോഴും കർമ്മങ്ങളിലും പ്രവർത്തനങ്ങളിലെല്ലാം മുന്നിൽ നിൽക്കുന്ന പലരും തന്നെ വേണ്ടത്ര ഈ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കുന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് മനസ്സുകൾ തമ്മിൽ അകന്നു പോവുകയും ആ ബന്ധം മെല്ലെ മെല്ലെ മുറിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ. കണ്ടാൽ സലാം പറയാതെ, കണ്ടാലൊന്ന് പരസ്പരം പുഞ്ചിരിക്കാതെ, അവനവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാനിവിടുന്ന് വഴി മാറി തിരിച്ച് അങ്ങോട്ട് പോകുന്ന ഒരവസ്ഥ. ഇവിടെ ഇന്നിത് പറയാൻ പ്രത്യേകമായൊരു കാരണമുണ്ട്. കഴിഞ്ഞ ഒരു ഖുതുബയിൽ ശഅബാൻ മാസത്തിലെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഗൗരവമുള്ളൊരു വിഷയം ഇന്ന് ഖതീബ് അവറുകൾ അതിന്റെ രണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തി. നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അമലുകൾ സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. പക്ഷെ ആ അമലുകൾ സ്വീകരിക്കുന്നതിന് തടസ്സമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെയും ഈ ഒരു വിഷയം, ഇസ്ലാഹ്, ജനങ്ങൾ പരസ്പരമുള്ള ബന്ധങ്ങൾ നന്നാക്കുന്നതും ജനങ്ങൾ പരസ്പരമുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതും വളരെ വലിയൊരു വിഷയമായി വരുന്നുണ്ട്. ഒന്നാമത്തെ ഘട്ടം, ഒരാഴ്ചയിൽ അള്ളാഹുവിന് അമലുകൾ കാണിക്കപ്പെടുന്നു. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ വാതിലുകൾ അള്ളാഹു തുറക്കുന്നു. സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്, തുഫ്തഹു ജമീഉ അബ്വാബിൽ ജന്ന. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. ഫയഗ്ഫിറുല്ലാഹു ലിജമീഇ ഇബാദിഹി ഇല്ലാ മുശ്രികുൻ ഔ മുശാഹിൻ. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും. ആർക്കൊഴികെ? ശിർക്ക് ചെയ്യുന്നവർക്കൊഴികെ
അല്ലെങ്കിൽ വഅബ്ദുൻ ബൈനഹു വബൈന അഖീഹി ശഹ്നാഉൻ, ഒരാൾക്കും അയാളുടെ സഹോദരനുമിടയിൽ വിദ്വേഷമുണ്ട്, വെറുപ്പുണ്ട്, അകൽച്ചയുണ്ട്. അയാളെ കുറിച്ച് അള്ളാഹു പറയും, ഈ രണ്ടാളെ കുറിച്ചും അവരെ അമലുകൾ മാറ്റിവെക്കാൻ പറയും. അൻദുറു ഹാദൈനി ഹത്താ യസ്തലിഹാ, അവരെ രണ്ടുപേരെയും മാറ്റി നിർത്തണം, അവര് നന്നാകട്ടെ, അവരെ ബന്ധം ശരിയാകട്ടെ. അപ്പൊ നമ്മൾ ഒരു പക്ഷെ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ടാകും, അത് അള്ളാഹുവിലേക്ക് സ്വീകരിക്കപ്പെടുന്നതിന് പലപ്പോഴും ഈ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നതും പരസ്പരമുള്ള വിദ്വേഷവും വെറുപ്പും അകൽച്ചയും കുടുംബ പ്രശ്നവും കുടുംബ വഴക്കും അയൽവാസികൾ തമ്മിൽ മിണ്ടാതിരിക്കുന്നത്, സുഹൃത്തുക്കൾ തമ്മിൽ, കൂട്ടുകാർ തമ്മിൽ, നമ്മൾ ആരോട് ബന്ധം മുറിച്ചാലും അത് നമ്മുടെ അമലുകളെ ബാധിക്കുന്നുണ്ട്. ഇത് ഓരോ ആഴ്ചയും നടക്കുന്ന സംഭവം. ഓരോ ആഴ്ചയും, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും. ഇനി വർഷത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചക്ക് മുമ്പുള്ള ഖുതുബയിൽ നമ്മൾ പറഞ്ഞ പോലെ വർഷത്തിൽ അള്ളാഹുവിലേക്ക് അമൽ ഉയർത്തപ്പെടുന്ന മാസമാണ് ഇത്, ശഅബാൻ മാസം. ആ ശഅബാനിലെ 15-ാം രാവിൽ എന്ന് പറഞ്ഞാൽ നാളെ ശനിയാഴ്ചയാണ്, ഇന്ന് 13-ആണ് ശഅബാൻ. അയ്യാമുൽ ബീദ് നോമ്പൊക്കെ എടുക്കാൻ പറ്റിയവർക്ക് ഇന്നും നാളെയും മറ്റന്നാളൊക്കെ നോമ്പെടുക്കാൻ പറ്റിയ ദിവസമാണ്. ഈ 15-ാം രാവിൽ എന്ന് പറഞ്ഞാൽ നാളെ രാത്രി അള്ളാഹു എല്ലാ അടിമകൾക്കും പുറത്തു കൊടുക്കും. ആർക്കൊഴികെ? അവിടെയും പ്രശ്നമായി വരുന്നത് ഇല്ലാ മുശ്രിക്കുൻ ഔ മുശാഹിൻ. ആ ഹദീസ് അദ്ദേഹം ഹദീവർ നമ്മൾ കേൾപ്പിച്ചു. യത്തലിഅല്ലാഹു അലാ ഖൽഖിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15-ന്റെ രാവിൽ അള്ളാഹു അവന്റെ സൃഷ്ടികളെ നോക്കും. ഫയഗ്ഫിറു ലഹും ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, അവന്റെ എല്ലാ അടിമകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും. ഇല്ലാ മുശ്രിക്കുൻ ഔ മുശാഹിൻ. രണ്ടാൾക്കൊഴികെ, രണ്ട് തിരക്കാർക്കൊഴികെ. ഒന്ന് ശിർക്ക് ചെയ്യുന്ന ആളുകൾ, രണ്ട് പരസ്പരം വിദ്വേഷത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ, അവർക്ക് പുറത്തു കൊടുക്കില്ല. അവിടെ പറയുന്നുണ്ട് അവരെ മാറ്റിവെക്കി, അവർ നന്നാകട്ടെ. എത്രയോ ആഴ്ചകൾ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കൊല്ലത്തിലുള്ള കണക്കെടുപ്പ് നമുക്ക് നഷ്ടപ്പെടരുത്. കൊല്ലത്തിലുള്ള കണക്കെടുപ്പിന്റെ മാസമാണ് ശഅബാൻ മാസം. കൊല്ലത്തിലുള്ള അമലുകളുടെ കണക്കെടുപ്പിന്റെ മാസമാണ് ശഅബാൻ മാസമെന്ന് മുമ്പൊരു ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കി. ആ ശഅബാൻ മാസത്തിലെ പകുതിയുടെ രാവാണ് നാളെ. അന്ന് അള്ളാഹു എന്ത് ചെയ്യും? എല്ലാ ദാസന്മാർക്കും പുറത്തു കൊടുക്കും. ആ പുറത്തു കൊടുക്കുമ്പോ അവിടെയും തടസ്സമായി നിൽക്കുന്ന എന്താണ്? ശിർക്ക് ചെയ്ത ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല. കാരണം ശിർക്ക് ചെയ്ത അവന്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. രണ്ടാമത്തത് വിദ്വേഷത്തോടു കൂടി ജീവിക്കുന്നവർക്കും അള്ളാഹു പുറത്തു കൊടുക്കില്ല, അവരെ മാറ്റിവെക്കാൻ പറയും. അൻദിറു ഹത്താ യസ്തലിഹ, അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹ. ഇവർ രണ്ടാളെയും മാറ്റിവെക്കി, അവർ നന്നാകട്ടെ. ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മളെ അമലുകൾ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ എന്റെ നിസ്കാരം നിസ്കരിക്കുന്നുണ്ട്, എന്റെ ഫർളായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, പോരാത്തിന് സുന്നത്തും ചെയ്യുന്നുണ്ട്, ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല, പോരാ. അള്ളാഹുവിനോടുള്ള ബന്ധത്തെ ബാധിക്കുന്ന വിഷയമാണ് അടിമകളോടുള്ള ബന്ധം. അത് മാതാപിതാക്കളോ കുടുംബ ബന്ധമൊക്കെ ആവുമ്പോൾ കൂടുതൽ ഗൗരവം ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാരായാല്, മാതാപിതാക്കൾ മക്കൾ തമ്മിലായാല്, ഈ റഹിം അല്ലെ, സിലത്തുർ റഹിം, അടുത്ത കുടുംബ ബന്ധം, അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഒരുപാട് ഹദീസുകൾ നമ്മൾ കേട്ടു ഖുതുബയിൽ. അത് ചേർത്തവൻ അള്ളാഹു ചേർക്കും, അത് മുറിച്ചവൻ അള്ളാഹു മുറിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കുടുംബബന്ധം മുറിച്ചു കളയുകയും ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യുകയാണോ, അത്തരക്കാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ലഅനത്ത് അവരുടെ മേലുണ്ടാകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങളെ, നാം ഈ അവസരത്തിൽ ഇത് പറയാൻ കാരണം,
ഇസ്ലാഹു ദാത്തുൽ ബൈൻ, സത്യവിശ്വാസികൾ തമ്മിലുള്ള ബന്ധങ്ങൾ ശരിയാക്കുക, ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, കുടുംബ ബന്ധങ്ങൾ നന്നാക്കുക, അതൊക്കെ വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിഷയത്തെക്കുറിച്ച് പറഞ്ഞ ആയത്തുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ആ ആയത്തുകളൊക്കെ അവസാനിക്കുന്നത് എവിടെയായിരിക്കും? അവസാനം സുൽഹിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കും. എങ്ങനെ പറഞ്ഞാലും അവസാനം അള്ളാഹു എത്തിക്കുന്നത് വസ്തുൽഹു ഖൈർ, സുൽഹാണ് നല്ലത്, രഞ്ജിപ്പാണ് നല്ലത്, ഐക്യമാണ് നല്ലത്. എങ്ങനെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നല്ലത്. കാരണം ഒരു കുടുംബബന്ധം തകരാന്ന് പറഞ്ഞ ചില്ലറ വിഷയമല്ല. ഒരുപാട് ആളുകളെ മനസ്സ് വിഷമിക്കും. മക്കൾ, സഹോദരങ്ങൾ, പരസ്പര സ്നേഹത്തോടു കൂടി ജീവിച്ച ആളുകൾ, അവർക്ക് മുഖത്തോട് മുഖം നോക്കാൻ പറ്റാത്ത അവസ്ഥയാകും. എപ്പോഴും സുൽഹാണ് നല്ലത്. അത് മറ്റു ബന്ധങ്ങളിലും അങ്ങനെ തന്നെ, മറ്റു ബന്ധങ്ങളിലും അങ്ങനെ തന്നെ. പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അയാൾക്ക് ഒരിക്കലും സ്ഥാനം കുറയുന്നില്ല. മാ സാദല്ലാഹു ബിഅഫ്വിൻ അബ്ദൻ ഇല്ലാ റിഫഅ ഇല്ലാ ഇസ്സൻ. വിട്ടുവീഴ്ച കൊണ്ട് ഒരു അടിമക്ക് അള്ളാഹു ഇസ്സത്തല്ലാതെ നൽകൂല. ഞാൻ ഇപ്പൊ എങ്ങനെ ഓനെ കുറഞ്ഞു കൊടുക്കുക? ഞാൻ ഇപ്പൊ എങ്ങനെ അങ്ങോട്ട് ഫോൺ ചെയ്യാ? ഞാൻ ഇപ്പൊ എങ്ങനെ അങ്ങോട്ട് പോയി സലാം പറയാ? ആ ഒരു കോംപ്ലക്സ്, ആ ഒരു ഈഗോ പ്രശ്നമാണ് പലപ്പോഴും ബന്ധങ്ങൾ മുറിഞ്ഞു തന്നെ പോകാൻ കാരണം. അവിടെ ആദ്യം സലാം പറയുന്നവന്റെ പ്രതിഫലം, ആദ്യം ബന്ധം ശരിയാക്കുന്നവന്റെ പ്രതിഫലം, ആദ്യം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവന്റെ പ്രതിഫലം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ അടുക്കൽ അവനാണ് സ്ഥാനം, അള്ളാഹുവിന്റെ അടുക്കൽ അവനാണ് ഉത്തമൻ. ബന്ധം ശരിയാക്കാൻ ആദ്യം ആരാണ് ഇറങ്ങി പുറപ്പെട്ടത്? അവർക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത്. അല്ലാതെ ഇങ്ങോട്ട് വന്നാൽ ഞാൻ പുറത്തു കൊടുക്കുക, അല്ലെ ഇങ്ങോട്ട് വന്നാൽ ഞാൻ ശരിയാകുക, ആ നിലക്കുള്ള. അതുകൊണ്ടാണ് മുൻഗാമികളൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാല് ചിലപ്പോൾ രണ്ടാളും വഴിയിൽ നിന്നാവും കണ്ടുമുട്ടുക. ഇയാള് സലാം പറയാൻ അങ്ങോട്ട് വന്നതാകും, അയാൾ അതുപോലെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞതിന് മുന്നേ ഞാൻ അങ്ങോട്ട് സലാം പറഞ്ഞു കരുതി അയാളും ഇറങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ വഴിയിൽ നിന്ന് കണ്ടുമുട്ടും. അത്രത്തോളം അവർ ആ വിഷയത്തെ ഗൗരവത്തോടുകൂടി കണ്ടിരുന്നു. ഇന്ന് പലപ്പോഴും ഈ ബന്ധത്തിന് വേണ്ടത്ര സ്ഥാനം നമ്മൾ നൽകുന്നില്ല. എന്നാൽ ഇസ്ലാം ദീനാകട്ടെ വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, ഈ ഉമ്മത്തിനിടയിൽ, സത്യവിശ്വാസികൾക്കിടയിൽ നിങ്ങൾ അള്ളാഹുവിന്റെ കയറിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഭിന്നിക്കാതെ ജീവിക്കണം എന്ന അള്ളാഹുവിന്റെ ആഹ്വാനം. അതുപോലെ തന്നെ വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുകും വസ്ബിറൂ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ഭിന്നിച്ചു പോയാൽ, നിങ്ങൾ വ്യത്യസ്ത ചേരികളിലായി പോയാൽ നിങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോകും. നിങ്ങൾ ക്ഷമയോടെ ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളണം. നിങ്ങൾ ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ ആകണം. ഈ ബന്ധങ്ങളും ഐക്യവും അതിന്റെ മാറ്റുകൂട്ടുന്ന കാര്യങ്ങളായിരിക്കണം നമ്മുടെ പ്രവർത്തനം. അല്ലാതെ നമ്മുടെ പ്രവർത്തനം കൊണ്ട് രണ്ട് മനസ്സുകൾ തമ്മിൽ അകലാൻ അത് പിശാചിന്റെ പ്രവർത്തനമാണ്. എത്രത്തോളം അദ്ദേഹം പറഞ്ഞു, രണ്ടാളിങ്ങനെ ഇരിക്കുമ്പോ അവരെ നടുവ് പോയിരിക്കുന്നതിന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി, അല്ലെ? എത്രത്തോളം ശ്രദ്ധയാണ് ഈ ദീന് ഈ വിഷയത്തിന് കൊടുത്തതെന്ന് ആലോചിച്ച് നോക്കി. രണ്ടാളുകൾ ഇങ്ങനെ ഒരുമിച്ച് ഇരിക്കുമ്പോ അതിന്റെ ഇടയിൽ പോയിട്ട് ഇരിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. കാരണം എന്താ? അവരടുത്തിരിക്കട്ടെ, അവരടുത്തിരുന്ന് സംസാരിക്കട്ടെ, തൊട്ടിപ്പുറത്ത് വന്നിരുന്ന് അതിൽ പങ്കെടുക്കല്ലാതെ അവരെ വേർതിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ പോലും പാടില്ല. മനസ്സുകൾ തമ്മിൽ എപ്പോഴും അടുപ്പിക്കാനും ഐക്യപ്പെടുത്താനുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചിരുന്നത്. ഖുബായിൽ, ആ ഖുബാ പ്രദേശത്തെ ആളുകൾ എന്തോ പ്രശ്നമുണ്ടാവുകയും പരസ്പരം വാക്കും ആരോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കല്ലേറൊക്കെ നടത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ കുറച്ച് സഹാബികളും കൂട്ടി ഖുബായിലേക്ക് പുറപ്പെട്ടു. ആ പ്രശ്നം വളരെ ഭംഗിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുൽഹാക്കിയിട്ട് തിരിച്ചു പോന്നു. സഹാബത്ത് എല്ലാവരും അങ്ങനെ തന്നെ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും അത് കൂടുതൽ കത്തിക്കാൻ അനുവദിക്കാതെ, കൂടുതൽ അത് രൂക്ഷമാകാൻ അനുവദിക്കാതെ എത്രയും പെട്ടെന്ന് അത് സുൽഹാക്കുകയും അത് പരസ്പരം മനസ്സുകൾ കൂട്ടി ഇണക്കുകയും ചെയ്യുന്ന പ്രവർത്തനമായിരുന്നു സഹാബത്തും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നാം തീരുമാനമെടുക്കുക, എനിക്കും ഒരു മുഅ്മിനും ഇടയിൽ ഒരു ശത്രുതയില്ല. അത് ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. പിന്നെ ഈ റഹീം എന്ന് പറഞ്ഞ, സിലത്തുർ റഹീം എന്ന് പറഞ്ഞ അടുത്ത കുടുംബ ബന്ധങ്ങള്,
പിന്നെ അയൽവാസികള്, മുഅ്മിനീങ്ങള് ഉണ്ട് എങ്കിൽ ഇന്ന് നമ്മൾ തീരുമാനാക്കണം. അല്ല എങ്കിൽ ഒരു പക്ഷേ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നതിൽ, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്നതിൽ അത് തടസ്സമായി മാറും. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിൽ അവസാനിച്ച സമയത്ത് സിലത്തുർ റഹിം പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രത്യേകമായ അർശിന്റെ അടുക്കൽ കുടുംബബന്ധത്തെ അള്ളാഹു സ്ഥാനം നൽകിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു, മൻ വസലക്കി വസൽതുഹു മൻ ഖതഅകി ഖതഅതുഹു. അർശുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാനമാണ് കുടുംബബന്ധത്തിന് അള്ളാഹു നൽകിയിട്ടുള്ളത്. കുടുംബബന്ധത്തെ ചേർത്തവനെ ഞാൻ ചേർക്കും, അത് മുറിച്ചവനെ ഞാൻ മുറിക്കും. അവിടെ മുറിച്ച സ്വർഗത്തിൽ പോലും കടക്കൂല എന്ന് ഇസ്ലാം പറയാൻ കാരണം, കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി പണിയെടുത്തവന് അള്ളാഹുവിന്റെ ലഅനത്തുണ്ട്. ഫഹൽ അതൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർദി വതുഖത്തിഉ അർഹാമകും ഫൗലൈക അല്ലദീന ലഅനഹുമുല്ലാഹു വഅസമ്മഹും വഅമാ അബ്സാറഹും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുടുംബബന്ധമൊക്കെ മുറിച്ചിങ്ങനെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നടക്കാൻ അള്ളാഹുകളെ വിടുമെന്ന്? അള്ളാഹ് അവരെ ശപിച്ചു കളയും. അവർക്ക് അള്ളാഹു നന്മ കേൾക്കാനോ നല്ലത് കാണാനുള്ള തൗഫീഖ് കൊടുക്കാതെ അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് അള്ളാഹു എടുത്തു കളയും. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ എത്രത്തോളം, ഞാൻ മുമ്പുള്ള ആൾക്കാരൊക്കെ പറയാ ബർക്കത്തില്ല, വളരെ സത്യമാണത്. എത്രത്തോളം തർക്കിച്ചും അകന്നും ഭിന്നിച്ചും വിദ്വേഷത്തോടുകൂടി നമ്മൾ ജീവിക്കുന്നു, അത്രത്തോളം ബർക്കത്ത്, അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ അതിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം നമ്മൾ പരസ്പരം അടുക്കുകയും ഐക്യപ്പെടുകയും മനസ്സുകൾ കൂട്ടിയിണക്കുകയും സുലഹുണ്ടാക്കുകയും ചെയ്യുന്നോ അത്രത്തോളം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു പറയുന്നു, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഇബ്തിഗാഅ മർദാത്തില്ലാഹി ഫസൗഫ യുഅ്തീഹി അജ്റൻ അളീമ. ഒട്ടുമിക്ക കൂടിയുള്ള രഹസ്യ സംഭാഷണങ്ങളിലും ഖൈറില്ല. രഹസ്യ സംഭാഷണങ്ങളിൽ അധികവും ഖൈറില്ല. ഇല്ലാമൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. പാവങ്ങളെ സഹായിക്കാൻ ധർമ്മം ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു നന്മ കൽപ്പിക്കുന്ന വിഷയത്തിലാണെങ്കിലോ, അല്ലെങ്കിൽ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ സുൽഹുണ്ടാക്കുന്ന, ഇസ്ലാഹുണ്ടാക്കുന്ന, തെഞ്ഞിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലോ ആണെങ്കിലല്ലാതെ. അത് ചെയ്തതിന്റെ പ്രതിഫലം എന്താണ്? വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹി ഫസൗഫ നുഅ്തീഹി അജ്റൻ അളീമ. ആരെങ്കിലും അള്ളാഹിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചാൽ അവന് വമ്പിച്ച പ്രതിഫലം അള്ളാഹു നൽകും. അപ്പൊ നമ്മുടെ അറിവില് ഇന്ന ആളുകൾ തമ്മിൽ പ്രശ്നമുണ്ട്, കാലങ്ങളായിട്ട് സംസാരിച്ചിട്ടില്ല, ഇന്ന് നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം. ആ ബന്ധങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. വിളിച്ച് ഒന്ന് ഫോൺ ചെയ്യാൻ, ഒരു സലാം പറയാൻ, ആ ബന്ധമൊന്ന് പുതുക്കാൻ, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ ഹക്ക് പറഞ്ഞ് തൊട്ടുടനെ പറഞ്ഞ കടമയും ബാധ്യതയുമാണ് മാതാപിതാക്കളുടെ വിഷയത്തിൽ. എന്തെങ്കിലും അകൽച്ച മാതാപിതാക്കളോ മക്കളോ തമ്മിലുണ്ടെങ്കിൽ പിന്നെ അവന്റെ ജീവിതത്തിൽ ഒരു ബർക്കത്തും ഉണ്ടാവില്ല. അവന്റെ പിന്നെ എന്ത് നന്മ അവൻ ചെയ്താലും അത് അവന് തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കും ഈ ജീവിതത്തിൽ തന്നെ. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, അതൊക്കെ നമുക്ക് നമ്മുടെ അറിവിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, അത് നന്നാക്കാൻ. സുഹൃത്ത് ബന്ധങ്ങൾ, അദ്ദേഹം പറഞ്ഞു, പലപ്പോഴും ഒന്നാമത്തെ സ്വപ്നം നിസ്കരിക്കുന്ന ആളായിരിക്കും, കൃത്യമായി നമസ്കരിക്കുന്ന ആളായിരിക്കും, എല്ലാത്തിനും മുന്നിലുള്ള നല്ല മുത്തക്കിയ മനുഷ്യനായിരിക്കും. പക്ഷേ ആളുകളുമായിട്ടുള്ള ബന്ധം ശരിയല്ല. എല്ലാവരുമായിട്ടും പ്രശ്നം, വീട്ടിൽ ഭാര്യയായിട്ട് പ്രശ്നം, മക്കളുമായിട്ട് പ്രശ്നം, എന്തെങ്കിലും സാധനം വാങ്ങുന്നിടത്ത് പോലും പ്രശ്നം. അദ്ദേഹം പറഞ്ഞു, ഇതല്ല ഇസ്ലാം ദീൻ നമ്മൾ പഠിപ്പിക്കുന്നത്, ഇതല്ല ഇസ്ലാം ദീൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം ദീൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുമായിട്ടുള്ള ബന്ധം ശരിയാക്കുന്ന ഇബാദത്തുകളോട് കൂടി തന്നെ അള്ളാഹുവിന്റെ അടിമകളുമായിട്ടുള്ള ബന്ധങ്ങൾ ശരിയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബത്തിനോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, അല അദുല്ലുക്കും അല
ഒരു അമലിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? മാ യുബല്ലിഗുകും ദറജത അസ്സിയാം വസ്സദഖതി വസ്സല. നോമ്പിന്റെയും സ്വതക്കയുടെയും നമസ്കാരത്തിന്റെയും ദർജയിലെത്തുന്ന വേറൊരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്. അതേ റസൂലേ, എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാഹു ദാത്തിൽ ബൈൻ. ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ശരിയാക്കൽ. മുടങ്ങാതെ നിന്ന് നമസ്കരിക്കുന്നവന്റെ പ്രതിഫലം, എല്ലാ ദിവസവും സുന്നത്ത് നോമ്പ് എടുക്കുന്നവന്റെ പ്രതിഫലം, ഒരുപാട് സ്വതക്ക ചെയ്യുന്നവന്റെ പ്രതിഫലം ഇയാൾക്ക് ഉണ്ടാവുന്നതാണ്. അയാൾക്ക് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടമുണ്ടോ? നല്ല കുറച്ച് വാക്ക് പറഞ്ഞിട്ട് ഇയാൾ തമ്മിൽ ബന്ധം ശരിയാക്കണം. ആ കുടുംബക്കാർ തമ്മിൽ, ആ അയൽവാസികൾ തമ്മിൽ, അല്ലെങ്കിൽ ആ സുഹൃത്തുക്കൾ തമ്മിൽ പിണക്കത്തിലാണെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിച്ച് അവരെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ ഇസ്ലാഹു ദാത്തിൽ ബൈൻ, അതാണ് ഏറ്റവും പ്രതിഫലാർഹമായ ഒരു അമൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസാദു ദാത്തിൽ ബൈൻ ഫഇന്നഹൽ ഹാലിഖ. ബന്ധങ്ങൾ വിച്ഛേദിക്കുക, ബന്ധങ്ങൾ മുറിക്കുക എന്നുള്ളതാണ് ഹാലിഖ. ഹാലിഖ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ മുണ്ടനം ചെയ്യുന്നതിനാണ് പറയാ, മുടി വടിച്ചു കളയുന്നതിനാണ് പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഖൂലു യഹ്ലിഖു അശ്ശഅർ വലാകിൻ യഹ്ലിഖു ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുടിയല്ല വടിച്ചു കളയുന്നത്, ദീന് വടിച്ചു കളയും. അമലുകൾ ഇല്ലാതാക്കി കളയും, അമലുകൾ ഇല്ലാതാക്കി കളയും. നമ്മുടെ അമലുകളും ഇബാദത്തുകളും ഒക്കെ ഗുണം ചെയ്യാതായി മാറും. ഫസാദ്, ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പും പിണക്കവും വിദ്വേഷമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആ രീതിയിലാണ് പ്രവർത്തനമെങ്കിൽ ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മുടെ അമലുകളുമായി ബന്ധപ്പെട്ടാണ് മനസ്സിലായിക്കൊണ്ട് ഈ വിഷയത്തിന്റെ ഇസ്ലാഹിന്റെ ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും സഹാബത്തിന്റെ ജീവിതത്തിലും എല്ലാം എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ സമീപിച്ചത് മനസ്സിലായിക്കൊണ്ട് ഇത് നാം ഗൗരവത്തോടു കൂടി എടുക്കുക. പ്രത്യേകിച്ച് ഇത്തരം അവസരങ്ങളിൽ അദ്ദേഹം പറഞ്ഞു, ഇത്തരം മൗസിം സീസണാണ്. നന്മകളും അമലുകളും റഹ്മത്തുകളും ഒക്കെ ഇങ്ങനെ പ്രത്യേകമായ സീസണുകൾ അല്ലാഹു ഏർപ്പെടുത്തിയത് അത് ബന്ധങ്ങൾ പുതുക്കാനും ബന്ധങ്ങൾ പരസ്പരം നന്നാക്കാനും അല്ലാഹുവിനോട് കൂടുതൽ അടുക്കാനും നമ്മുടെ ഏത് സമയത്തും ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ബന്ധങ്ങൾ ശരിയാക്കിക്കൊണ്ട് ഞാനും അയാളും തമ്മിലുണ്ടെങ്കിൽ അത് അങ്ങോട്ട് പോയി ബന്ധപ്പെട്ടുകൊണ്ട് ആ ബന്ധം സുൽഹാക്കിക്കൊണ്ട് നാം പ്രവർത്തിക്കുക. അദ്ദേഹം പറഞ്ഞു, സത്യവിശ്വാസികളുടെ ചില ഉദാഹരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മസലുൽ മുഅ്മിനീന ഫീ തവാത്തിഹിം വതറാഹുമിഹിം കമസലിൽ ജസദിൽ വാഹിദ് ഇദാ ഇസ്തകാ മിൻഹു ഉളുവുൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. സത്യവിശ്വാസികൾ തമ്മിലുള്ള ഉദാഹരണം ഒരു ശരീരം പോലെയാണ്. അതിന്റെ ഒരു അവയവത്തിന് പ്രയാസമോ അസുഖം ഉണ്ടായാൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും? ഉറങ്ങാതെ അല്ലെങ്കിൽ പനി പിടിച്ചുകൊണ്ട് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. അതുപോലെ ആയിരിക്കണം. അവന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ സന്തോഷിക്കുക, അവന്റെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുക, അവന്റെ പ്രയാസത്തിൽ അത് ദൂരീകരിക്കാൻ നാം മുന്നിട്ടിറങ്ങുക. അപ്പോഴാണ് ഒരു ശരീരമായിട്ട് മാറുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹു ബഅദ ഫശബ്ബക ബൈന അസാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഇങ്ങനെ പിടിച്ചു, വിരലുകൾ കോർത്ത് പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹു ബഅദ. ഒരു സത്യവിശ്വാസി വേറൊരു സത്യവിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണ്. കെട്ടിടത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഭാഗത്ത് എന്തെങ്കിലും വിള്ളലോ മുട്ടലോ ഒക്കെ ഉണ്ടെങ്കിൽ അതവിടെ നോട്ടെ, അത് ചെറിയൊരു ഭാഗമല്ലേ. പിന്നെ ഒരു പില്ലറിന്റെ പുറത്ത് വേറെ വിള്ളൽ വീണു, അത് ആ ഒരു ഭാഗത്തല്ലേ ഉള്ളൂ, എന്നാലും കെട്ടിടം അങ്ങനെ തന്നെ ഉഷാറായിട്ടില്ല. അങ്ങനെ ആരെയും പറയോ? ചെറിയ ഒരു വിള്ളൽ വരുമ്പോഴേക്ക് അത് ശരിയാക്കി മേക്കപ്പ് ചെയ്യും. കാരണം എന്താണ്? യശുദ്ധു ബഅദുഹു ബഅദ. കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് മറ്റേ ഭാഗത്തിന് ശക്തി പകരുന്നത്. ഒരു ഭാഗം തകർന്നാൽ മുഴുവൻ തകർന്നു പോകും. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ തമ്മിൽ അത്രത്തോളം ബന്ധമുണ്ട്. വിശ്വാസം പറയും, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ഞാൻ എനിക്ക് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതൊക്കെ എന്റെ സഹോദരന് കിട്ടണം
എന്റെ സഹോദരൻ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് വരെ ഞാൻ സത്യവിശ്വാസി ആവൂല, ഒരാൾ സത്യവിശ്വാസി ആവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇത്രത്തോളം ബന്ധം നന്നാക്കുന്നതിന്റെ ഗൗരവം നാം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വിഷയം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ശഅബാൻ മാസത്തിൽ പ്രത്യേകിച്ച് അമലുകൾ ഉയർത്തപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ ശഅബാൻ 15 രാവിൽ അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും, പക്ഷെ ശിർക്ക് ചെയ്യുന്നവനും വിദ്വേഷത്തിൽ ജീവിക്കുന്നവർക്കും അള്ളാഹു പുറത്തു കൊടുക്കൂല എന്ന വിഷയം നമ്മളത് ഗൗരവത്തോടെ എടുക്കുക, ബന്ധങ്ങൾ ശരിയാക്കുക. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്നോ നാളെ ഫോൺ ചെയ്തിട്ട് ബന്ധമൊക്കെ ശരിയാക്കി. കാരണം എന്താണ്, അമല് ഉയർത്തപ്പെടാക്കാൻ പാടില്ലല്ലോ. അങ്ങനെ മറ്റന്നാളോ അതിന്റെ വിഷയമൊക്കെ പിന്നെ പഴയമാതിരി തന്നെ ആയാൽ അതുകൊണ്ട് കാര്യമില്ല. അത് അള്ളാഹിനെ പറ്റിക്കുന്ന പരിപാടിയാണ്. ഇത്തരം പ്രത്യേകമായ സാഹചര്യങ്ങൾ നമുക്ക് അള്ളാഹും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് എന്തിനാണ്? അതിലൂടെ നമ്മൾ ബന്ധം ശരിയാക്കാനും പരസ്പരം ഐക്യപ്പെടാനും മനസ്സുകൾ പരസ്പരം അടുക്കാനും സത്യവിശ്വാസികൾ പരസ്പരം ബന്ധങ്ങൾ നന്നാക്കാനും കുടുംബ ബന്ധങ്ങൾ ചേർക്കാനും അല്ലെ ആയുസ് വർദ്ധിക്കാനും റിസ്കിന് ബർക്കത്തുണ്ടാകാനും എന്താ പറഞ്ഞ കുടുംബബന്ധം ചേർക്കണം എന്നാണ്. എന്നാ എല്ലാ ബർക്കത്തും നീങ്ങണോ കുടുംബബന്ധം മുറിച്ചാലും മതി. ചില ആളുകൾ എന്ത് ചെയ്താലും ശരിയാവില്ല. കാരണം മാതാപിതാക്കളുടെ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ കുടുംബബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് കടമകളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കടമകളുണ്ട്, മാതാപിതാക്കളോട് കടമകളുണ്ട്, അടുത്ത കുടുംബങ്ങളോട് കടമകളുണ്ട്, സത്യവിശ്വാസികൾക്ക് മൊത്തത്തിൽ കടമകളുണ്ട്, അയൽവാസികള്, ബന്ധുക്കൾ, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കാണ്. ഞാൻ എന്റെ നിസ്കാരം നോമ്പൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് പോവാ, എന്തെങ്കിലും ആയിക്കോട്ടെ, അത് പറ്റൂല. അതുകൊണ്ട് ഈ ഹദീസ് നമ്മൾ എപ്പോഴും ഓർക്കുക. മുശ്രിക്കിന്റെ കൂടെ തന്നെ അല്ലെ, ശിർക്ക് ചെയ്തവന്റെ ഗൗരവം നമുക്കറിയാം. ശിർക്ക് ചെയ്ത അവന്റെ അമല് പൊളിഞ്ഞു പോകും, അത് സ്വീകരിക്കൂല. തൊട്ട് പുറത്ത് തന്നെ പറഞ്ഞ എന്താണ്? മുഷാഹിൻ. എന്താ മുഷാഹിൻ എന്ന് പറഞ്ഞാൽ? ഷഹ്ന എന്ന് പറഞ്ഞാൽ വിദ്വേഷം ഉണ്ടാക്കാണ്. നമ്മൾ സാധാരണ ചാർജ് ചെയ്യുന്നതിന് ഷാഹിൻ എന്നറിയില്ലേ? സാധാരണ ഈ ബന്ധം വിച്ഛേദിക്കുന്ന ആളുകൾ, പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ ചെയ്യുന്ന പണി എന്താണ്? ഇപ്പുറത്തും ചാർജ് കിട്ടും, ഇപ്പുറത്തും ചാർജ് കിട്ടും. അതാണ് ഈ വാക്കിന്റെ പ്രത്യേകത. അതാണ് ഷഹ്ന. അവിടെയും കത്തിക്ക, ഇവിടെയും കത്തിക്ക. മുശ്രിക്കിനും മുഷാഹിനും പുറത്തു കൊടുക്കൂല. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും വസ്സുൽഹു ഖൈർ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ മൊത്തത്തിലുള്ള ആശയം. അത് കുടുംബബന്ധത്തിലായാലും നമ്മൾ പരസ്പരമുള്ള ബന്ധത്തിലായാലും. കളവ് പറയുന്നതിന് പോലും ഒരു ഇളവുണ്ട്. ഏത് വിഷയത്തിൽ? സുൽഹുണ്ടാക്കുമ്പോ. ഇസ്ലാം പറഞ്ഞു, ജനങ്ങൾ തമ്മിൽ സുൽഹുണ്ടാക്കുന്ന ആള് കളവ് പറയുന്നവനല്ല. അപ്പൊ എന്താണ്, നമ്മൾ ഇയാൾ തമ്മിൽ നന്നാക്കുമ്പോ ചിലപ്പോ നമ്മൾ ഇയാൾക്ക് പോയിട്ട് പറയുന്നത്, അയാൾ ഒരുപാട് ദിവസമായി നിങ്ങളോട് നന്നാണെന്ന് ആഗ്രഹിച്ചിരിക്കണ്. ചിലപ്പോ അങ്ങനെ ഒരു ആഗ്രഹം തന്നെ അയാൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷെ അയാളെ ആൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി, അയാളിനോട് പറഞ്ഞ് ഞാൻ ഇപ്പൊ എങ്ങനെയാണ് പറയാൻ എത്തിക്കാണ്, ഞാനും അയാള് അങ്ങനെ ഇങ്ങനെ കുറച്ച് നമ്മൾ കൂട്ടി പറയാൻ കുഴപ്പമില്ല. കാരണം എന്താണ്, നന്നാക്കാൻ വേണ്ടിയാണ്. വിദ്വേഷം ഉണ്ടാക്കാൻ, നമീമത്തല്ല. നമീമത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണിത്. ഇയാളടുത്ത് പോയിട്ട് പറയുന്നത്, അയാൾ ഇന്നലെ തന്നെ ഇങ്ങോട്ട് വരാൻ കരുതിയിരിക്കുകയായിരുന്നു, പക്ഷെ എങ്ങനെ എന്തൊക്കെ തിരക്കപ്പെട്ടു, അങ്ങനെ പ്രയാസത്തിലായതാണ്. അയാൾക്ക് നന്നാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അയാൾക്ക് അങ്ങനെ ആഗ്രഹം തന്നെ വെച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നന്നാക്കുന്നവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അവൻ കളവല്ല പറഞ്ഞത്. അതിന് പോലും അനുവാദം ലഭിച്ചതിന്റെ കാരണം എന്താണ്? ഈ സുൽഹിന്റെ, ഈ ഇസ്ലാഹിന്റെ പ്രാധാന്യം അത്രത്തോളമാണ്. നാം മനസ്സിലാക്കുക. നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പരസ്പരമുള്ള ബന്ധങ്ങൾ അല്ലാഹു നന്നാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിന വസ്ലിഹ് ദാത ബൈനിന. اللهم ألف بين قلوبنا واصلح ذات بيننا. اللهم ألف بين قلوبنا واصلح ذات بيننا. അല്ലാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ നമ്മുടെ എല്ലാ കുറവുകളും പാകപ്പിഴവുകളും അല്ലാഹു പൂർത്തീകരിച്ച് പുറത്തു വരുമാറാകട്ടെ. അല്ലാഹു അവന്റെ എല്ലാ സൃഷ്ടികൾക്കും ഈ ശഅബാൻ മാസത്തിൽ പുറത്തു കൊടുക്കുമ്പോൾ നമുക്കും അല്ലാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്ത്
മഗ്ഫിറത്തും റഹ്മത്തും നൽകി അമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അള്ളാഹു ഊട്ടിയുറപ്പിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സുലഭോടുകൂടി, ദഞ്ഞിപ്പോടുകൂടി, ഐക്യത്തോടുകൂടി, ഭിന്നിപ്പില്ലാതെ, ഛിദ്രതയില്ലാതെ, പരസ്പര വിദ്വേഷങ്ങളില്ലാതെ, നല്ല സലീമായ ഹൃദയത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, സത്യവിശ്വാസികളോട് ഒരു വിദ്വേഷ ഉറപ്പില്ലാത്ത മനസ്സോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വരുന്ന റമദാൻ മാസത്തിലുള്ള ഒരു പ്രത്യേകമായ തയ്യാറെടുപ്പിന്റെ മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾക്ക് ഒരുങ്ങാനും ഈമാനികമായിട്ട് ഉയരാനും അള്ളാഹുവിനോട് അടുക്കാനും നമ്മുടെ കൽബിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളൊക്കെ പുറത്താക്കാനുമുള്ള ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുമായി നന്നായിക്കൊണ്ട് പരസ്പരം ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച് പരസ്പരം ബന്ധങ്ങൾ പുതുക്കി അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഉത്തമദാസന്മാർ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോക മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു ഇജ്ജത്തും നസ്റും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിലെ വിവിധ മേഖലകളിൽ ശ്രീലങ്കയിൽ നമ്മുടെ സഹോദരങ്ങൾ നീണ്ട മഴയും പ്രളയവും കാരണം അവിടെ കരണ്ടില്ല, കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. അള്ളാഹുവിന്റെ എല്ലാ പ്രയാസവും നീ കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും മോചനം നൽകി അവർക്ക് നസ്റും ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മർദ്ദിതരെയും പീഡിതരെയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാ അക്രമികളെയും എല്ലാ സ്വച്ഛാധിപതികളെയും അള്ളാഹു തകർക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين. اللهم انصر عبادك المستضعفين، اللهم انصر عبادك المستضعفين، اللهم انصر عبادك المستضعفين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله.